നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു പ്രത്യൂഷ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളെല്ലാവരും വണ്ടികളിൽ ഹോൺ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നിങ്ങളുടെ വണ്ടിയിൽ ഹോൺ ഫിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഹോണിനെ കുറിച്ചുള്ള സംശയങ്ങൾ, എന്തൊക്കെ ടൈപ്പ് ഹോണുകളുള്ളത്, ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പ് ഒന്നും തിരിയുന്നില്ല ഭഗവാൻ, എന്താ അവസ്ഥ എന്നറിയാത്ത കൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക. ബിക്കോസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോണിനെ കുറിച്ചിട്ടുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹോൺ എന്താണ് ഹോണിൻ്റെ ആവശ്യം? ഹോൺ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ കാര്യങ്ങളോ മുന്നിലുള്ള ആൾക്കാരെ അലാം ചെയ്യാൻ വേണ്ടി ഇൻഫോം ചെയ്യുന്നൊരു സാധനമാണ് ഹോൺസ്. എന്നാൽ പലതരത്തിലുള്ള ഹോൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണുകളുടെ പല രീതിയും പല സൗണ്ട്സും വരുന്നുണ്ട്. സോ നമ്മുടെ വണ്ടിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോണിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹോൺ വെക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഹോൺ ഇന്ന് മാർക്കറ്റിൽ വരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, സിംഗിൾ ടൈപ്പ് ഹോൺസ്. സിംഗിൾ ടൈപ്പ് ഹോൺസ് എന്ന് പറയുന്നത് ഒരൊറ്റ ടൂണിൽ ഒരൊറ്റ പീസ് ഹോൺ മാത്രം വരുന്നതിനാണ് സിംഗിൾ ടോൺ ഹോൺസ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികൾ ഇത് ഇറക്കുന്നുണ്ട്. മിൻറ്റെ ഇറക്കുന്നുണ്ട്, നമ്മുടെ അതുപോലെ തന്നെ ഹെല്ലെ ഇറക്കുന്നുണ്ട്, റൂട്ട്സിൻ്റെതും ഉണ്ടോ സിംഗിൾ ടോൺ ഹോൺസ്. ചെറിയ ശബ്ദമാണ് ഉണ്ടാവുക. നോർമലി യൂസ് ചെയ്യുന്നത് ഓൾട്ടോ അതുപോലുള്ള ചെറിയ വാഹനങ്ങളിൽ, ഓൾട്ടോ, നമ്മുടെ വാഗണർ പോലുള്ള ചെറിയ ചെറിയ വാഹനങ്ങളിൽ ബേസ് ഓപ്ഷൻസിലൊക്കെ കൂടുതൽ കണ്ടുവരുന്ന ഈ ടൈപ്പ് ഹോണാണ്. അതുപോലെ തന്നെ ബൈക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 100cc ബൈക്കുകൾ, ആക്റ്റീവ അങ്ങനെയുള്ള ബൈക്കുകളൊക്കെ കൂടുതൽ കണ്ടുവരുന്ന സിംഗിൾ ടോൺ ഹോണുകളാണ്. ചെറിയ കൺസപ്ഷനേ വരുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ തീരെ സൗണ്ട് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ബേസിക് സൗണ്ട് മാത്രമേ സിംഗിൾ ടോൺ ഹോണുകളിൽ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് വരാൻ പോകുന്നത് മൾട്ടി ടോൺ ഹോൺസ് ആണ്. ഇതേ സാധനത്തിന് തന്നെ ഒന്നും കൂടി, അതായത് നേരത്തെ സിംഗിൾ പ്രസംഗമാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ടോട്ടൽ വരുന്ന ഒരു ലോ ടോണും ഹൈ ടോണും കൂടി വരുന്നതിനെയാണ് നമ്മൾ ഡ്യുവൽ ടോൺ ഹോൺസ് എന്ന് പറയുന്നത്. ഡ്യുവൽ ടോൺസ് വെച്ചാൽ ഒരു ലൈറ്റ് ഉള്ള ലോ ടോൺ ഉണ്ടാവും, ഒരു പിന്നെ ഹൈ ടോൺ ഉണ്ടാവും. രണ്ടും കൂടിയിട്ടുള്ള ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു രസമുള്ള ടോൺ ആയിരിക്കും, ഇച്ചിരി കൂടി സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫോൺ പോയി കഴിഞ്ഞാലും മറ്റേ ഫോണിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ലാതെ പോകാൻ വേണ്ടി പറ്റും. ഈ ഡ്യുവൽ ടോൺ ഹോണുകൾ വരുന്നത് സ്വിഫ്റ്റിൻ്റെ ഒക്കെ VXI വേരിയൻസ്, അതായത് സ്വിഫ്റ്റ് VXI പോലുള്ള വണ്ടികൾ കണ്ടുവരുന്നതാണ്. പൾസറിൽ വരുന്നുണ്ട് ഡ്യുവൽ ടോൺ ഹോണുകൾ. പൾസറിൽ 180 220 വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റിൽ ഡ്യുവൽ ടോൺ ഹോണുകളാണ് വരുന്നത്. ഇച്ചിരി കൂടി സൗണ്ട് കൂടും, അതുപോലെ തന്നെ കേൾക്കാൻ ഇച്ചിരി കൂടി രസം ഉണ്ടാകുന്നതാണ് ഡ്യുവൽ ടോൺ ഹോണുകളെ കുറിച്ച് പറയുന്നത്. സോ ഇത് രണ്ടും ഇലക്ട്രിക് ഹോണുകളാണ്. പ്യൂർലി ഇലക്ട്രിക് ഹോണുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിംഗിൾ ടോൺ ഹോണുകളുടെ കുറച്ചും കൂടി കൂടിയ മുന്തിയനമാണ് വൈബ്രോസോണിക് അല്ലെങ്കിൽ മെഗാസോണിക് ഹോണുകൾ. വൈബ്രോസോണിക് ഹോണുകൾ കുറച്ചും കൂടി ചെറിയ, വൈബ്രോസോണിക് മെഗാസോണിക് ഓരോ ബ്രാൻഡുകൾ നൽകുന്ന പേരാണ്. ഈ വക ഹോണുകളുടെ 2-3 സൈസുകളിൽ അവൈലബിൾ ആണ്. സോ 3 സൈസ് ഞാൻ ഏകദേശം താഴെയിട്ടിട്ടുണ്ട് കിട്ടുന്ന പിക്ചേഴ്സ് വെച്ചിട്ട്. സോ 3 സൈസ്, ഏറ്റവും കൂടിയ സൈസാണ് ബസ്സുകളിലും മന്ത്രിമാരും പോലീസ് വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത്. വളരെ തീവ്രതയേറിയ ഈ ഹോണുകൾ അടുത്തുനിന്ന് കേട്ട് കഴിഞ്ഞാൽ ചെവിയുടെ പരിപാടി വരെ തീർന്നു. അമ്മാതിരി സൗണ്ടാണ് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്. ബസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് വൈബ്രോസോണിക് ഹോണുകൾ. സോ ഡുവൽ ടോൺ ഹോണുകളുടെ ഇച്ചിരി കൂടി കൂടിയ ഐറ്റംസാണ് വൈബ്രോസോണിക് മെഗാസോണിക് ഹോണുകൾ. ബസ്സുകളിലും കാറുകളിലാണ് കൂടുതൽ ഇത് ലോറികളിലും അതുപോലെ തന്നെ മന്ത്രി വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിയമപരമായിട്ട് ഇത് യൂസ് ചെയ്യാനുള്ള ലോ ഇല്ല, പക്ഷേങ്കിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു RTO അതിനെക്കുറിച്ച് അത്ര ഒരു ഡീപ്പായിട്ടില്ലെങ്കിൽ ഈ വക ഹോണുകൾ ബസ്സുകളിൽ അലോ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ശേഷം വരുന്നത് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ചെറിയ പൈസക്ക് നല്ല ട്യൂണും നല്ല ക്വാളിറ്റിയും ഉള്ളൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഹോൺ, ചെറിയ കറണ്ട് കൺസപ്ഷൻ വരുന്ന പെർട്ടിക്കുലർ ടൈപ്പ് ഹോണാണ് വിൻടോൺ ഹോണുകൾ. വിൻടോൺ ഹോണുകൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് പോളോ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ വോക്സ്വാഗൻ പോളോ, സ്കോഡ ഇതുപോലുള്ള വാഹനങ്ങളിലുള്ള ഒരു ടൈപ്പ് സൗണ്ടാണ് ഇത് പുറത്ത് വരുന്നത്. ഇത് ഏത് വണ്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ബൈലോ ഇല്ലീഗൽ അല്ല. ബിക്കോസ് ഇത് സ്കോഡയിലും പോളിലും വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടിയിൽ വാക്കാൻ പറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലീഗൽ വശം എന്ന് പറയുന്നത്. എൻ്റെ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വിൻടോൺ ഹോണുകളാണ്. ഇച്ചിരി കൂടി നല്ലൊരു പ്രത്യേക ഒരു ട്യൂണായതുകൊണ്ട് തന്നെ കേൾക്കാനൊരു രസം തന്നെയാണ് ഈ ഹോണുകൾ. സോ സിംഗിൾ ടോൺ ഹോണുകൾ പറഞ്ഞു, മൾട്ടി ടോൺ ഹോണുകൾ പറഞ്ഞു. മൾട്ടി ടോണിൻ്റെ കൂടിയ വൈബ്രോസോണിക് മെഗാസോണിക് ഹോണുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വിൻടോൺ ഹോണുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി വരുന്നതാണ് പൂർണ്ണമായി ഇല്ലീഗലായിട്ടുള്ള ഹോൺസ്, എയർ ഹോൺസ്. എയർ ഹോൺസ് ആണ് നമ്മുടെ ബസ്സുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കേൾക്കാൻ നല്ല രസം, എനിക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ RTO പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിന് കണക്കുണ്ടാവില്ല. കാരണം ഇത് ഇല്ലീഗൽ ഹോൺസ് ആണ്. നിയമപരമായിട്ട് 2 വാഹനങ്ങളിൽ മാത്രമാണ്, അതായത് എമർജൻസി വാഹനങ്ങൾ എന്ന് പറയുന്നത് ഫയർഫോഴ്സിന് വെക്കാനുള്ള പെർമിഷൻ ഉണ്ട് എയർ ഹോണുകൾ. അതുപോലെ തന്നെ ട്രെയിനിന് മാത്രമാണ് എയർ ഹോണുകൾ വെക്കാനുള്ള പെർമിഷൻ ബൈലോ ഉള്ളൂ. നമ്മൾ ബസ്സുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബസ്സുകളിൽ ഒരു പ്രത്യേക രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് എയർ ഹോണുകൾ പല ടൈപ്പും, പെൻറ്റാട്ടോൺ, മെഗാട്ടോൺ. പെൻറ്റാട്ടോൺ എന്ന് പറയുമ്പോൾ 5 ട്യൂണുള്ള തന്നെയാണ്, അതായത് സ രി ഗ മ പ ധ നി സ എന്ന് പറയുന്നത് 5 ട്യൂൺ വരും. ഇത് വെച്ചിട്ടാണ് ഈ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതാണ് നമ്മുടെ
ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റും വരുന്ന ഈ മൾട്ടി ടോൺ ഹോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എയർ ഹോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർ ഹോണുകൾ വെക്കുന്ന സമയത്ത് ഒരു കംപ്രസർ അനിവാര്യമാണ്. കംപ്രസർ മീൻസ് എയർ കംപ്രസറുള്ള വണ്ടികളിൽ മാത്രമേ ഇത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം എയറിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. നോർമൽ വണ്ടികളിൽ ഇത് വെക്കാൻ പറ്റില്ല. നോർമൽ വണ്ടികൾ വെക്കുന്നുണ്ടെങ്കിൽ കംപ്രസർ എയർ ഉൽപ്പാദിപ്പിച്ചിട്ട് ചെയ്യണം. അപ്പോൾ കറണ്ട് കൺസപ്ഷൻ കൂടും. സോ അത് നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എയർ ഹോണുകൾ വെക്കുന്ന സമയത്ത്. സോ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി എന്തൊക്കെ ടൈപ്പ് ഹോണാണ് മാർക്കറ്റിൽ വരുന്നതെന്നുള്ളത്. സോ ഇത് ഇങ്ങനെയുള്ള ഹോണുകൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നിങ്ങൾ ജസ്റ്റ് അത് ഗോ ത്രൂ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹോൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാ വാഹനങ്ങളും സിംഗിൾ ടോൺ വരുന്ന വാഹനങ്ങളിലധികവും കറണ്ട് കൺസപ്ഷൻ കൂടുതൽ വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ വലിയ ഹോൺ വെക്കുന്ന സമയത്ത് കമ്പനി വയറിങ്ങിന് അത് താങ്ങാൻ പറ്റില്ല. സോ അവിടെയാണ് നമ്മൾ റിലേയുടെ റോള് വരുന്നത്. റിലേ വെക്കുന്നത് കൊണ്ട് കറണ്ട് കൺസപ്ഷൻ കുറയുന്നില്ല. സർക്യൂട്ട് പ്രൊട്ടക്ഷനാണ് അവിടെ നടക്കുന്നത്. അതായത് കമ്പനി സർക്യൂട്ടിൽ നിന്ന് വരുന്നൊരു സിഗ്നൽ വെച്ചിട്ട് വേറൊരു വയറിങ്ങിലൂടെ ഹയർ കറണ്ട് കയറ്റിയിട്ട് നമ്മുടെ ഹോളിലേക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് റിലേ ചെയ്യുന്നത്. പല ടൈപ്പ് റിലേ മാർക്കറ്റിൽ വരുന്നുണ്ട്. സാധാരണ റിലേ വരുന്നുണ്ട്, മൾട്ടി ടോൺ റിലേസ് വരുന്നുണ്ട്, ടോൺസ് മാറ്റുന്ന റിലേ വരുന്നുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ പല ടൈപ്പ് ഈ ഓട്ടോറിക്ഷകളൊക്കെ കാണുന്നുണ്ട് പല ടൈപ്പ് ട്യൂണുകൾ. ഈ ട്യൂണുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ട്യൂണുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുക റൂട്ട്സിൻ്റെ പോലുള്ള ഈ ഫോട്ടോസ് കാണാം, റൂട്ട്സിൻ്റെ പോലുള്ള നമ്മുടെ മ്യൂസിക്കൽ ഹോൺസ് മാർക്കറ്റിൽ മ്യൂസിക്കൽ ട്യൂണർ വരുന്നുണ്ട്. ആ ട്യൂണർ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്യൂണർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആ ഹോൺസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ റിലേ അനിവാര്യമാണ്. നമ്മുടെ കമ്പനി കപ്പാസിറ്റി അത് ഇലക്ട്രീഷ്യൻ ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുമോ കമ്പനി കപ്പാസിറ്റി താങ്ങാൻ പറ്റുമോ എന്നില്ലയോ എന്നുള്ള കാര്യം. സോ അത് താങ്ങാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിലേ വെക്കണം, എക്സ്ട്രാ വയറിങ് ഇടുകയും വേണം. ഇപ്പോൾ ടോട്ടലി എനിക്ക് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ മ്യൂസിക്കൽ റിലേയിലേക്ക് പോകാതിരിക്കുന്നതല്ല. നോർമൽ റിലേയാണ് കുറച്ചും കൂടി ലൈഫ് ഉണ്ടാവും. മ്യൂസിക്കൽ റിലേ ബൈക്കിലൊക്കെ വെച്ച് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ കാറിലൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ നോർമൽ റിലേ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത്രത്തോളം അടഞ്ഞു കഴിഞ്ഞാൽ ഹോണിൻ്റെ ഒരു ഇത് കുറയും. കുറച്ചൊരു എയർ ഗ്യാപ്പ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഹോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എനിക്കറിയാം ചില വണ്ടികളിൽ അത് പോസിബിൾ അല്ല, കാരണം സ്ഥലത്തിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. സോ അതാണ് ഹോണിനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക് ലിങ്കും ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് ഹോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.